ഇന്നെ അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും ഞങ്ങളൊരു മേഘാലയ ട്രിപ്പ് പോയ കാര്യം. ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. കാലിക്കറ്റിൽ നിന്ന് പാലക്കാട്ടേക്ക് എത്തിയതിന് ശേഷം പാലക്കാട് നിന്നാണ് ഞങ്ങൾക്ക് ഗുവാഹട്ടിയിലേക്കുള്ള ട്രെയിൻ വരുന്നത്. ജനറൽ ടിക്കറ്റ് എടുത്ത് കാലിക്കറ്റിൽ നിന്ന് ആദ്യം പാലക്കാട് പോയി. പാക്കേജ് ആയിട്ട് പോയതുകൊണ്ട് തന്നെ പാക്കേജിലുള്ള വേറെ പല ആളുകളും പാലക്കാട് നിന്ന് മീറ്റ് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ പക്ഷെ ആദ്യം ഒരു ചെക്കനെ മാത്രമേ കണ്ടുള്ളൂ. അവൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളെ ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് ഒന്ന് ചായ കുടിക്കുക വിചാരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ബാഗൊക്കെ നല്ല സേഫായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കീപ്പ് ചെയ്യാൻ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പുറത്തിറങ്ങി. പാലക്കാട് നിന്ന് ഞങ്ങൾക്ക് ഗുവാഹട്ടിയിലേക്കുള്ള ട്രെയിന് 4 hours ഡിലേ ആണ്. ഞങ്ങൾ പുറത്തൊരു ബേക്കറി കയറി ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റും മിച്ചറൊക്കെ വാങ്ങി കീപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ കുറേ ചിന്തിച്ച് പുറത്ത് റൂം എടുക്കണോ അതോ റെയിൽവേ സ്റ്റേഷനിലെ ലോഞ്ചിൽ തന്നെ നിൽക്കണോന്ന്. ഫൈനലി ലോഞ്ചിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ച് ട്രെയിൻ വരുന്നതിന് കുറച്ച് മുന്നേ ഞങ്ങളൊരു ജ്യൂസും കൂടി കുടിച്ചിട്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്നു. ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുണ്ടാക്കിയൊരു മോഡലാട്ടോ. അങ്ങനെ ഇതാ ട്രെയിനിൽ കയറി ഞങ്ങളെ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. അത്ര വലിയ രസമൊന്നും ഞങ്ങൾക്ക് ഫസ്റ്റായിട്ട് ട്രെയിനിൽ കയറിയപ്പോൾ തോന്നിയിട്ടില്ല. കാരണം ഞങ്ങളെ ചുറ്റും അപ്പോൾ ബംഗാളികളും ഞങ്ങളെ സീറ്റാണെങ്കിൽ RAC ആണ് കേട്ടോ. ഈ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ബംഗാളികളെയും മാസാമേളൊക്കെ സൗണ്ട് കേട്ട് ഞാൻ ഉണരുമ്പോൾ പുറത്ത് നല്ല മഞ്ഞുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണേ. അതെ അതെ അതൊക്കെ അവിടെ വെച്ചിട്ട് എനിക്ക് ഫ്രൂട്ട്സ് എടുത്ത് തരൂ അലക്സ. അലക്സ ഫ്രൂട്ട്സ് ബോക്സ്. എവിടുന്നായിരുന്നേ കറി സ്പൂൺ കഴിക്കാനോ? എങ്ങനെയുണ്ട് വാഷ് ബേസിൻ? ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ല. എന്താ എന്താ കഴിക്കാനാണല്ലോ നമ്മൾ പോകുന്നത്. ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ വാഷ് ബേസ് നോക്കാം. അലക്സ ഒരു പപ്പായ. പപ്പായ കിടന്നു ഗൈസ്. ഞങ്ങൾ കൊണ്ടുവന്ന പപ്പായൊക്കെ കേടുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടില്ല. രാവിലെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരിക്കുമ്പോൾ എന്നെ പരിചയപ്പെടാൻ ഒരാൾ വന്നിട്ടോ. പേര് ഹിബ എന്നാണ്. ഞങ്ങളെ പാക്കേജിൽ തന്നെയുള്ള വേറൊരു കപ്പിളിലുള്ള ഒരാൾ. 3 കപ്പിൾസാണ് ഞങ്ങളെ പാക്കേജിൽ ഉണ്ടായിരുന്നത്. അതിൽ മറ്റേ 2 കപ്പിൾസും ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. ആൾ വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പനി കിട്ടോ. 2 ആളും നല്ലോണം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സംസാരിച്ച് ഞങ്ങൾ വേഗം സെറ്റായി. കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കിടന്ന് പോലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ അതെടുത്ത് കഴിച്ച്. അത് കഴിഞ്ഞ് കുറച്ചു നേരം ഇതുപോലെ സമയം തള്ളി നീക്കിയിട്ട് ഒരു 10-10:30 ആയപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പത്തിരിയും കോഴിയും ഞങ്ങളെടുത്ത് കഴിച്ചിട്ടോ. ഇതാണ് കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡിന്റെ സീരീസിൽ അവസാനത്തത്. നമുക്കിന്ന് പത്തിരിയും കോഴിയും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വെട്ടി ചെയ്യുന്നുണ്ട് ഇവിടെ ഒരാൾ. ഒരു സമയത്ത് 10 മണി കഴിഞ്ഞില്ലേ 10:30.
രാത്രി കഴിക്കണം വിചാരിച്ചപ്പോൾ പ്രത്യേകിച്ച്. ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല, കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും കാണാതെ അങ്ങനെ ഒരു ഒറ്റ മൈൻഡിൽ വന്നതാണ്. കൂട്ടത്തിലുള്ളവരൊക്കെ കുറച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെയാണ് വന്നത്. ഇതിൽ കയറിയാലാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങോട്ടേക്കുള്ള ആകെ 2 ട്രെയിനിൽ ഏറ്റവും വൃത്തികെട്ട ട്രെയിനിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് എന്ന്. മൂവി കണ്ടും കാഴ്ചകൾ കണ്ടും ഇന്നത്തെ ദിവസം പകൽ ഇങ്ങനെ കഴിയാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ എടുത്തുന്നത് ഞങ്ങളെ സ്വന്തം ആസാമികളാട്ടോ. അപ്പോഴേക്കിന് ഞങ്ങൾ ചങ്കും കയറലായിനെ. സത്യം പറഞ്ഞ തലേന്ന് രാത്രി കയറിയപ്പോൾ തൊട്ട് ഞങ്ങൾ അവരെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ മാനേഴ്സ് ഇല്ലായ്മയാണ്. അവർ ആസാമി പാട്ട് ഉറക്ക വെക്കുന്നതും ഉറക്ക സംസാരിക്കുന്നതും വീഡിയോ കോൾ ചെയ്യുന്നതും തമ്പാക്ക് യൂസ് ചെയ്തിട്ട് അവിടെയും ഇവിടെയും തുപ്പി നിറച്ചു വെക്കുന്നു. ഇങ്ങനത്തെ എന്തൊക്കെയോ കലാപരിപാടികളാണ് ഇവരെടുത്ത്. ഞാൻ പറഞ്ഞല്ലോ തലേന്ന് രാത്രി വരെ നന്നായിട്ട് കുറ്റം പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം രാവിലെ, അതായത് ഈ ദിവസം രാവിലെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് നാട്ടിലാർക്കോ വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കേരളത്തിൽ ഇതിനെ ചമ്മന്തി എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാനൊന്ന് പതറിപ്പോയി. പുതപ്പ് മെല്ലെ തലേന്ന് മാറ്റി നോക്കി. ഇത് പറയുന്നത് മലയാളിയാണോ ആസാമിയാണോ? ആസാമി തന്നെയാണ്. ഒരു നമ്മളെക്കാട്ടിലും നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. കുറ്റം പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമോ എന്നുള്ള ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പിന്നെ ഓരോ ബിഹേവിയർ നമുക്ക് മനസ്സിലായി. അങ്ങനെ ഫസ്റ്റ് ഡേ എങ്ങനെയൊക്കെ തള്ളി നീക്കി അവസാനം നൈറ്റായി. ഉച്ചക്ക് അതിൻ്റെ അടുക്ക് ഞങ്ങൾ സൊമാറ്റോന്ന് ഓർഡർ ചെയ്ത ബർഗറൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. മറ്റേ ടീമിനെയും കൂട്ടിയിട്ട് നൈറ്റ് ഞങ്ങൾ വീണ്ടും KFC ആണ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുള്ളത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ചു നേരം അവരെ വിശേഷം കേട്ടിട്ട് അവിടെ ഇരുന്നിട്ടോ. ഈ ഒരു കപ്പിൾസ് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച് കല്യാണം കഴിച്ചവരാട്ടോ. അങ്ങനെ അവരെ വിശേഷമൊക്കെ കേട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങളെ സ്ഥലത്ത് വന്ന് കിടന്നുറങ്ങി. പിന്നെ അതാ വീണ്ടും പിറ്റേന്ന് രാവിലായി. ഓൾറെഡി മാറ്റണമെങ്കിൽ എന്തെങ്കിലും കുത്തി കയറ്റിക്കൊണ്ടേ ഇരിക്കണമല്ലോ. അങ്ങനെ ലിറ്റിൽ ഹാർട്സ് കുത്തി കയറ്റുന്ന സീനാണ് ഈ കാണുന്നത്. The best experience in my life. I enjoy a lot. ഇതിനൊക്കെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഞാനെൻ്റെ വീഡിയോക്ക് കൊടുത്തല്ല കേട്ടോ. നമ്മൾ ആസാമികളെ ഹിന്ദിക്കാരെ പാട്ടാണ്. ഇത് അവരെ സൗണ്ട് കുറച്ച് വെക്കുക, ഹെഡ്സെറ്റ് വെക്കുകയൊന്നും ചെയ്യൂല. നമ്മളും കൂടെ ആസ്വദിച്ചേ പറ്റും. ഞങ്ങളെ തൊട്ടടുത്തുണ്ടായിരുന്ന ആസാമി രാവിലെ 5:50 ആകുമ്പോൾ എണീക്കുകയും രാത്രി 8:30 എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഡിന്നറും കഴിച്ചിട്ട് ലൈറ്റ് ഓഫ് ആക്കി കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ റൂട്ടീനും 2 ദിവസം ആ ട്രെയിനിന് മൂപ്പരപ്പം എണീക്കുന്നോ അപ്പോൾ ഞാനും എണീക്കും, രാത്രി ഇപ്പോൾ കിടക്കുന്നോ അപ്പോൾ ഞാനും കിടക്കും. അങ്ങനെയായി മാറിയിരുന്നു. എന്തായാലും അവരൊക്കെ നല്ല ആളുകളായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കുറേ കേരളത്തിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞെന്ന്. അവരുടെ നാട്ടിലെ വിശേഷങ്ങളും കുടുംബത്തിലെ വിശേഷങ്ങളും ഒക്കെ നമ്മളിട്ട് ഷെയർ ചെയ്ത്. അതേപോലെ നൈറ്റ് ഒരു ടൈം ആകുമ്പോഴേക്കിന് ആളുകൾ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ സാധനങ്ങൾ അടിച്ചു മാറ്റി പോകാൻ സാധ്യത ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു 2-3 മണിയായിട്ട് ഇന്ന് ഉറങ്ങിയാൽ മതി ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതുവരെ സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു. ആ ഒരു കോച്ച് മൊത്തമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള കോച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ കുറച്ച് വൃത്തിയും വെടുപ്പുള്ള ആളുകൾ ഇരുന്ന് നമ്മളടുത്തുള്ളത്. അങ്ങനെതാ ഞങ്ങളെ ട്രെയിനിലെ ലാസ്റ്റത്തെ നൈറ്റ് വന്നിട്ടോ. ഇതും കഴിഞ്ഞ് രാവിലെ ഒരു 10-10:30 ആയപ്പോൾ ഞങ്ങൾ ഗുവാഹട്ടി എത്തിയിട്ടുണ്ടാവും. അതിനുശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ.